മരങ്ങൾ എൻ്റെ സംഗീതത്തിന് വലിയ പ്രചോദനമാണ്. മരങ്ങളുടെ ഉയരങ്ങളിൽ നിന്ന് എന്നിലേക്ക് സംഗീതവും കവിതയും എത്തുന്നു. മനുഷ്യരോട് അവ കരുണ കാട്ടുന്നു. മൈക്കിൾ ജാക്സന്റെ ഈ വരികൾ സംഗീതവും പ്രകൃതിയുമായുള്ള ഇടപെടലാണ് കാണിക്കുന്നത്. മാപ്പിള സംഗീതത്തിന്റെ ഉയർന്നു നിൽക്കുന്ന വടവൃക്ഷമാണ് കുട്ടിപ്പട്ടുമാൽ സീസൺ 2ന്റെ ഈ വേദി. ലാമിയ സിൽക്സ് കുട്ടിപ്പട്ടുമാൽ സീസൺ 2 സെലിബ്രേറ്റഡ് ബൈ മറിയാസ് പിക്കിൾസിന്റെ ഒരു പുതിയ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. കുട്ടിപ്പട്ടുമാലിന്റെ ഈ വേദിയിൽ നമ്മൾ 2 റൗണ്ട്സ് ആണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്, സൽക്കാരം റൗണ്ട് ആൻഡ് ഫിലിം റൗണ്ട്. ആ റൗണ്ട്സിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ട ജഡ്ജസിനെ ആയി തന്നെ സ്വാഗതം ചെയ്യാം. നമ്മുടെയൊക്കെ സ്വന്തം ഫിറോസിക്ക, നമ്മുടെ പ്രിയ ഗായിക സജ്ല, നമ്മുടെയൊക്കെ സ്വന്തം പ്രിയ ഗായിക ഷബ്നം. നമ്മുടെ കണ്ടസ്റ്റൻസിന് എപ്പോഴും സപ്പോർട്ടും സ്ട്രെങ്ത്തും നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു ടീം എൻ്റെ റൈറ്റ് സൈഡിലുണ്ട്, നമ്മുടെ ഓർക്കസ്ട്ര ടീം. നിങ്ങൾ ഏവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. ലാമിയ സിൽക്സ് കുട്ടിപ്പട്ടുമാൽ സീസൺ 2ന്റെ വിജയിക്ക് ലഭിക്കുന്നത് സുൽത്താൻ ഗോൾഡ് ഇന്റർനാഷണൽ നൽകുന്ന 5 ലക്ഷം രൂപയുടെ സമ്മാനമാണ്. ഇനി ഈ എപ്പിസോഡിലെ ആദ്യത്തെ പെർഫോമൻസ് കാണാനുള്ള സമയമായിരിക്കാണ്. സൽക്കാരം റൗണ്ടിൽ ആദ്യമായി പെർഫോം ചെയ്യാൻ എത്തുന്നു അഞ്ജലി. അഞ്ജലിക്കുട്ടി, ഇന്ന് അഞ്ജലിക്കുട്ടിയാണോ പുതുമാരി? അല്ല. പുയ്യാപ്പിള വരുവോ? അപ്പൊ അഞ്ജലിക്കുട്ടി ആരാ? അമ്മായിയമ്മ. ഇത്രയും കുഞ്ഞ് അമ്മായിയമ്മയോ? അപ്പൊ പുയ്യാപ്പിളയൊക്കെ വരുമോ ഇനി സൽക്കാരം റൗണ്ടില്? വിഭവങ്ങളൊക്കെ റെഡിയാക്കിയോ? അപ്പൊ നമുക്ക് തുടങ്ങിയാലോ? തകർത്ത് പാടുവോ? ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.
അഞ്ജലിക്കുട്ടി എന്താ? പാട്ടിൽ പാടിയതുപോലെ തന്നെ ഗംഭീര വരവേൽപ്പായിരുന്നു അല്ലേ? ആരൊക്കെയാണ് കൂടെ സപ്പോർട്ട് ചെയ്തത്? ശ്രീകൃഷ്ണയും ഷാൻവറും. ശ്രീകൃഷ്ണയും ഷാൻവറും. ശ്രീകൃഷ്ണല്ലേ ആ റെഡ് കോട്ടൊക്കെ ഇട്ട് വന്നത്? ശ്രീകൃഷ്ണനെ കണ്ടപ്പോൾ ഞാൻ ആദ്യം കരുതിയത് ശ്രീകൃഷ്ണനാണ് പുയ്യാപ്പിളാന്ന്. കാരണം നല്ല സ്റ്റൈലിലൊക്കെയാണ് വന്നത്. എന്തായാലും അഞ്ജലിക്കുട്ടിയുടെ കമന്റ്സ് നമുക്ക് ജഡ്ജസിനോട് ചോദിക്കാം. ഫിറോസ്ക. അഞ്ജലിക്കുട്ടി, എന്താ? ഇതാ ഈ സാധനം ഒരു വിധം ഞാൻ കടിച്ച് മുറിച്ച് ഒപ്പിച്ചു. അപ്പോൾ എനിക്കൊരു പല്ല് പറയാണ്ടായിരുന്നു, അത് ഒന്നുകൂടി ഇളകി കിട്ടി. ഇനി ഈ സാധനം, ഇതിൻ്റെ പേരെന്താ? അരിയുണ്ട. ഇത് അരിയുണ്ടയല്ല, ഇത് ബോംബാ. ഇതുകൊണ്ട് ഇപ്പം ഞാൻ നിന്നെ ഇവിടുന്ന് ഒന്നുകിൽ എനിക്ക് പൊന്നു ഹാമർ തരണം, തബലയുടെ ഹാമർ, എന്നാൽ ഒന്ന് അടിച്ച് പൊട്ടിച്ച് ഒരു ശ്രമം നടത്തി നോക്കാം. അല്ലെങ്കിൽ ഇനി ഇപ്പം ഇതുകൊണ്ടൊരു ഒറ്റയേറാ നിന്നെ ഞാൻ ഇവിടെ ഇരുന്നിട്ട്. ചിലപ്പോൾ നീയും ശാലിനിയും അവിടെ വീഴും, രണ്ടുപേരും വീഴും. അത്ര കട്ടിയുണ്ട്. ഇതിൻ്റെ പേരെന്താ? അരിയുണ്ട. അരിയുണ്ട അല്ലേ? ഇത് ഉണ്ടാക്കിയതല്ലേ? അല്ല, ഇതിങ്ങനെ തന്നെയാണ് പൊതുവെ ഈ സാധനം. പക്ഷേ കുട്ടികൾക്കൊക്കെ തിന്നാൻ പറ്റും. ഞങ്ങൾക്കൊന്നും കടിച്ച് പൊട്ടിക്കാൻ പറ്റുന്നില്ല. ഞാൻ കുറേ ശ്രമിച്ചു നോക്കി, ക്യാമറയിലൊക്കെ വരും. അതെ, കുട്ടികൾക്ക് തിന്നാൻ പറ്റുമെന്ന് പറഞ്ഞപ്പോൾ ഷബ്നത്തിന് തിന്നാമെന്ന് നമ്മളെ വേറെയാക്കി. ശരി, അത് പിന്നെ തരാം. ഫിറോസ്ക, ഞാൻ ഇക്കായിക്കെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഓ, അങ്ങനെയാണ്. മാത്രമല്ല. അപ്പോൾ അഞ്ജലി നന്നായി പാടി മോളെ, സൽക്കാരമായിട്ട് കേട്ടോ. ഇത് ബാപ്പു അവാർഡിൻ്റെ വരികൾ കോഴിക്കോട് അബൂബക്കറിൻ്റെ ഈണം. ലീന പപ്പൻ എന്ന് പറയുന്ന ഒരു ഗായിക, നമ്മൾക്കറിയോ? ലീനേച്ചി അറിയോ? ലീനേച്ചി ഒരുപാട് പാട്ടുകൾ പാടിത്തന്ന കോഴിക്കോടിൻ്റെ ഒരു പ്രിയപ്പെട്ട ഗായികയാണ്. ഒരു കാലഘട്ടത്തിൽ സിനിമയിലും പല വേദികളിലും ഒക്കെ നിറഞ്ഞു നിന്ന, കാസറ്റുകളിലൊക്കെ നിറഞ്ഞു നിന്ന ഗായികയാണ്, സംഗീത അധ്യാപികയാണ്. ഇവരുടെ പ്രശസ്തമായൊരു പാട്ടുണ്ട്, സജിലയുടെ ഉപ്പയുടെ കൂടെ പാടിയ പാട്ട്, സലീം കെയുടെ കൂടെ, സലീം ബായിയുടെ കൂടെ പാടിയ ഒരു പാട്ട്. നമുക്കതൊന്ന് വെറുതെ മൂളി കൊടുത്താലോ? രണ്ടുപേരും മൂളി തരാം. എന്തിനാണീ കള്ളനാണം പൊന്നുമോളെ, ചൊല്ലു വേഗം ഹസീന 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 ഹസീന. ജന്നത്തെ വിടർന്ന പോലെ അല്ലിയാമ്പൽ പൂത്ത പോലെ ഹസീന 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 ഹസീന. എന്തിനാണീ കള്ളനാണം പൊന്നുമോളെ, ചൊല്ലു വേഗം ഹസീന 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 ഹസീന. ഈ ഗായിക പാടിയ പാട്ടാണ് മോളിപ്പോൾ എടുത്ത് പാടിയത്. അതിനാണ് ചേച്ചി ഒന്ന് ഓർമ്മിപ്പിച്ചതാണ് കേട്ടോ. മോള് നന്നായിട്ട് പാടി. അപ്പോൾ ഈ സൽക്കാര റൗണ്ടിൽ ഞങ്ങൾ കീറി മുറിച്ച് കമൻ്റ് ഒന്നും പറയുന്നില്ല. അതുകൊണ്ടാണ് അതിൻ്റെ ഒരു സാൽക്കാരിക ശൈലിയിൽ ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കമൻറ്റ്. മനസ്സിലായോ മോൾക്ക്? ബെസ്റ്റ് ഓഫ് ലക്ക്. താങ്ക് യു ഫിറോസ്ക. സജില. അഞ്ജലിനെ കൊണ്ട് ഒരു ഉപകാരം ഉണ്ടായി ഫിറോസ്കാക്ക്. എത്ര പൈസയാ ലാഭമായത്. ഇപ്പൊ പല്ലൊക്കെ പൊരിക്കാൻ എത്ര പൈസയാ. പല്ല് ഡോക്ടറെ അടുത്ത് പോയാൽ അറിയാം, ഭയങ്കര പൈസയാണ് പല്ല് വെക്കാനും പല്ല് പൊരിക്കാനും. ഇപ്പൊ എത്ര പല്ല് പോയി ഫിറോസ്ക? പല്ല് അല്ല, ഞാൻ ഒരു പല്ല് ഇളകി എന്നാ പറഞ്ഞത്, പോയിട്ടില്ല. പോയി എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇതിന്റെ കട്ടി അത്രയൊക്കെ ഉണ്ട്. 32 വയസ്സിൽ പല്ല് പോവോ? അല്ല, പൊരിഞ്ഞു പോവല്ലോ. എങ്ങനെ കടിച്ചിട്ട് കുട്ടികളാവുമ്പോഴും പല്ല് പോവുമല്ലോ. അത് തനിയെ പോകുന്നത് അതല്ലല്ലോ. വയസ്സായാലും ചിലപ്പോ അടിയൊക്കെ കിട്ടുമ്പോ പോകും. ചിലപ്പോ ഇത് അതൊരു 60 കടക്കുമ്പോഴല്ലേ ആണ്. രണ്ടിനും ഇടയിൽ ഒരു 25-30 ഇനി കുറച്ച് 2-3 വർഷം കൂടിയല്ലേ ഉള്ളൂ. വടി കൊടുത്ത് അടി വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ കുറച്ച് താന്നു തന്നോ. അപ്പൊ മോളുടെ പാട്ടിനെ കുറിച്ച് പറയട്ടെ. ഇത് നമ്മളുടെ മക്കൾ ഓരോ പാട്ടുകൾ എടുത്തു വരുമ്പോഴേ നമുക്ക് കഴിഞ്ഞ കുട്ടിപ്പട്ടുമാരുടെ കുട്ടികളെ ഓർമ്മ വരികയാണ്. ഹിമാനി പാടി തകർത്തൊരു പാട്ടായിരുന്നു. ഭയങ്കര ആറ്റിറ്റ്യൂഡാണ് ഹിമാനിക്ക്. അതൊക്കെ മോള് അനുകരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. നല്ല ആറ്റിറ്റ്യൂഡായിരുന്നു കേട്ടോ മോളെ. കുറച്ച് പെർഫോം ചെയ്യാനൊക്കെ മോള് ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ നല്ല സോങ്ങാണ്, നല്ല ടെമ്പോ ആണ് ഇതിന്. നല്ല ആ ഒരു പഞ്ചിൽ ഇങ്ങനെ പോവും. പക്ഷേ എനിക്ക് മോളുടെ സിംഗിങ്ങിൽ തോന്നിയത് മോളുടെ വോയിസ് കുറച്ച് ഗെയിൻ കുറവാണ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഓർക്കസ്ട്ര ഭയങ്കര ലെവലിലാണ് നിൽക്കുന്നത്. ലാസ്റ്റൊക്കെ അടിച്ച് തകർത്ത് വായിക്കുമ്പോൾ മോളുടെ വോയിസ് കുറച്ച് ഡൗൺ ആണ്. അതിന് കുറച്ചുകൂടെ ഒന്ന് ഓപ്പൺ ആയിട്ട് പാടാൻ ശ്രമിക്കുക. പിന്നെ മോള് ചെറുതല്ലേ, കുറച്ചുകൂടെ വലുതാകുമ്പോൾ വോയിസിന് ഗെയിൻ കൂടി വരും. അതാണ് മെയിൻ മോളുടെ ഈ പാട്ടിൽ എനിക്ക് തോന്നിയത്. പിന്നെ മോളെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ശ്രീകൃഷ്ണനും ഷാൻവറും കേട്ടോ. പക്ഷേ പുതിയാപ്പിള ആയതുകൊണ്ടെന്ന് തോന്നുന്നു ശ്രീകൃഷ്ണൻ കുറേ അധികം പലഹാരം ജ്യൂസൊക്കെ സ്പെഷ്യലായിട്ട് പുതിയാപ്പിളക്ക് കൊടുത്തു. നമുക്കൊന്നും തന്നില്ല. പക്ഷേ കുഴപ്പമില്ല, പുതിയാപ്പിളല്ലേ, പുതിയാപ്പിളക്ക് ആദ്യം കിട്ടുന്നതേ ഉണ്ടാവുള്ളൂ. അത് കിട്ടിക്കോട്ടെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സജില.
ഷബ്നം. അഞ്ജലി, എന്ത്? ഇറ്റ് വാസ് ഗുഡ് മോളെ. Thank you. ഈ എല്ലാവരും ഉണ്ടേൻ്റെ കാര്യം പറഞ്ഞാൽ തുടങ്ങിയത്. ഞാനും മോശമാക്കുന്നില്ല. ഉണ്ട ഹാർഡായിരുന്നു. ഇവർ പറഞ്ഞ അത്ര ഹാർഡൊന്നുമല്ല, എന്നാലും അത്യാവശ്യം ഹാർഡായിരുന്നു. പക്ഷെ മോളുടെ പാട്ട് സോഫ്റ്റായിരുന്നു. അത് കൈയടിക്കേണ്ട കാര്യമാണോ എന്ന് എനിക്കറിയാൻ വയ്യ. കാര്യം സോഫ്റ്റായിരുന്നു എന്ന് ഞാൻ ഉദ്ദേശിച്ചത് കുറച്ചും കൂടെ എന്താണ് പവർഫുള്ളായിട്ട് പാടേണ്ട ഒരു സോങ് ആണ്. അത് മോള് സോഫ്റ്റായിട്ടാണ് പാടിയത്. മനസ്സിലായോ? മോക്കത് മനസ്സിലാവുന്നുണ്ടോ? ഈ സോഫ്റ്റായിട്ട് പാടണം അല്ലെങ്കിൽ ഹാർഡായിട്ട്. നമ്മൾ ഈ എന്താണ് മെലഡി സോങ്സ് ആണ് മോളെ. ഞാൻ പല കണ്ടസ്റ്റൻസിൻ്റെ അടുത്തും ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്, നിങ്ങൾ ഇങ്ങനത്തെ പാട്ടുകൾ അടിച്ചുപൊളി പാടുമ്പോൾ കുറച്ച് ചിരിച്ചിട്ട് ഓഡിയൻസും നമ്മളും ഒക്കെ ആയിട്ട് ഒന്ന് ഇൻറ്ററാക്ട് ചെയ്തിട്ട് പാടുമ്പോൾ തന്നെ കുറച്ചൊരു പഞ്ച് വരും. മോള് അത്യാവശ്യം നന്നായിട്ട്, ആ ഒരു പ്രശ്നം ഇല്ലെങ്കിൽ നല്ലതായിട്ട് പാടി മോള്. കേട്ടോ? ശരി, നമുക്ക് എന്തായാലും മാർക്സിലേക്ക് കിടക്കാം. ഫിറോസ് ക, അഞ്ജലിയുടെ മാർക്സ് 38. 38 out of 40. സജ്ല 28 out of 30. ഷബ്നം 28.5. അഞ്ജലിക്ക് ലഭിക്കുന്ന ടോട്ടൽ 94.5 out of 100. നല്ലോണം പുയ്യാപ്പിളിനെ സ്വീകരിച്ചതിന് അഞ്ജലിക്ക് ഒരു ഗിഫ്റ്റ് ഉണ്ട്. റോസ് ഗാർഡൻസ് എരമല്ലൂർ നൽകുന്ന സമ്മാനം. ഇനി അഞ്ജലി ശ്രദ്ധിക്കണം, ജഡ്ജസ് പറഞ്ഞതുപോലെ അഞ്ജലി മാത്രമല്ല നമ്മുടെ എല്ലാ കണ്ടസ്റ്റൻസും സൽക്കാരം റൗണ്ട് ആകുമ്പോൾ എല്ലാവരും കുറച്ച് ഒരു സോഫ്റ്റായിട്ട് വരണം, നല്ല ഉഷാറോടുകൂടി തന്നെ വരണം കേട്ടോ ഇനിയുള്ള റൗണ്ട്സിലും. ഓൾ ദി ബെസ്റ്റ്. Thank you. അടുത്തതായി സിനിമ റൗണ്ടിൽ പെർഫോം ചെയ്യാൻ എത്തുന്നു ഹാഷിം. ഹാഷിം, സിനിമ റൗണ്ടിൽ ഏത് പാട്ടുമായിട്ടാണ് എത്തിയിരിക്കുന്നത്? റംസാൻ നിലാവത്തെ പെണ്ണല്ലേ. റംസാൻ നിലാവത്തെ പെണ്ണല്ലേ. അപ്പൊ മോനെ ഓൾ ദി ബെസ്റ്റ്, നല്ലോണം പെർഫോം ചെയ്യട്ടോ. പെണ്ണല്ലേ, രംഗീല പെണ്ണല്ലേ, റംസാനിലാവത്ത പെണ്ണല്ലേ, രംഗീല പെണ്ണല്ലേ, തങ്കക്കിനാവിന്റെ പസവല്ലേ, കല്യാണ പെണ്ണല്ലേ, ഏഴാം കടലിന്റെ അക്കരെ നിന്ന് വന്നേ പെണ്ണെ പൂമാരൻ, റംസാനിലാവത്ത പെണ്ണല്ലേ, രംഗീല പെണ്ണല്ലേ, തന തിരുതാനാ തിരുതാനാ തന തന തിരുതാനാ തിരുതാനാ തന തിരുതാനാ തിരുതാനാ തന തിരുതാനാ തിരുതാനാ खुशियाँ बनाई ढोली बजाते हो नाची नूरी सैया हो കണ്ടിട്ടും
കുട്ടിക്കുരുവി പ്രായം കഴിഞ്ഞടി ചിട്ടിക്കുരുവി പൊട്ടാസ് പൊട്ടിച്ച് നടന്നൊരു കാലം കഴിഞ്ഞടി മോഹബത്തിൻ കണ്ണേ ഇന്നിരാവിൻ മണിയറയിൽ അമ്പിളിമാമൻ വരുമല്ലോ അറബിക്കരയുടെ മഞ്ചലിലേറി രാജകുമാരൻ വരുമല്ലോ ഇന്നാണല്ലോ കല്യാണോ കഞ്ചാനിലാവൊത്ത പെണ്ണല്ലേ വെങ്കില പെണ്ണല്ലേ തങ്കക്കിനാവിൻ്റെ കസവല്ലേ കല്യാണ പെണ്ണല്ലേ ഏഴാം കടലിൻ്റെ അക്കരെ നിന്ന് വന്നേ പെണ്ണെ ഓ മാറൻ കഞ്ചാനിലാവൊത്ത പെണ്ണല്ലേ വെങ്കില പെണ്ണല്ലേ. ഹാഷിം ചേച്ചി വളരെ സ്വീറ്റ് ആയിട്ടുള്ളൊരു വോയിസ് ആണല്ലോ ഹാഷിമിന്റെ. ആരെങ്കിലൊക്കെ പറഞ്ഞിട്ടുണ്ടോ അങ്ങനെ? ഇല്ല. ആരും പറഞ്ഞിട്ടില്ലേ? ഞാനാണ് ആദ്യം പറയണത്. അപ്പൊ എന്റെ വക ഇരിക്കട്ടെ ഒരു നല്ല കോംപ്ലിമെന്റ്സ്. താങ്ക് യു. എന്തായാലും ഹാഷിം ഇത് പാട്ട് എങ്ങനെ പാടി എന്നുള്ളത് നമുക്ക് ജഡ്ജസിനോട് ചോദിച്ചു നോക്കാം. ഹാഷിമിന് എന്ത് തോന്നുന്നു? നല്ലോണം പാടിയോ? ഒരു ഔട്ട് ഓഫ് 10 ഹാഷിം ഇതിന് എത്ര കൊടുക്കും? സ്വന്തമായിട്ടൊക്കെ ഒന്ന് റേറ്റ് ചെയ്ത് നോക്കിയേ. അതറിയില്ല. അറിയില്ല. ഒരു 10 കൊടുത്തേക്കാണോ? അത്ര ആയിട്ടില്ല അല്ലേ? ജഡ്ജസിന്റെ അടുത്ത് ചോദിച്ചു നോക്കാം. ശരി സജ്ല, ഹാഷിമിന്റെ പാട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പർ സെലക്ഷൻ. കൈതപ്രം, എം ജയചന്ദ്രൻ, ദാസേട്ടൻ കോമ്പിനേഷനാണ് അല്ലേ? നല്ല പാട്ടാണ്, ഭയങ്കര ടഫാണ് ഈ പാട്ട്. അത് മോൻ കൊണ്ടുവന്ന് പാടിയതിൽ ഒരു കൈയടി കൊടുക്കുക എല്ലാവർക്കും. ആ ഒരു അറ്റംപ്റ്റ് നടത്തിയതിൽ വെരി ഗുഡ്. പക്ഷേ സിംഗിങ്ങിൽ കുറച്ച് പോരായ്മകൾ ഉണ്ടായിരുന്നു ഹാഷിം കേട്ടോ. അതിന് മുന്നേ ചോദിക്കട്ടെ, ദാസേട്ടൻ എപ്പോഴും വൈറ്റ് ആൻഡ് വൈറ്റ് കോസ്റ്റ്യൂമാണ് അല്ലേ? അത് കണ്ടിട്ടാണോ? പക്ഷെ ഷൂസ് ദാസേട്ടൻ ഫ്രീക്ക് ഷൂസ് അല്ല ഇടാൻ. അത് കണ്ടിട്ടാണോ വൈറ്റ് സെലക്ട് ചെയ്തത്? ദാസേട്ടൻ്റെ പാട്ടായതുകൊണ്ടാണോ? ആണ്. ഓക്കെ, നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ വൈറ്റിൽ. പിന്നെ പാട്ടിൽ എനിക്ക് മോൻ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ ആ തുടക്കം എനിക്ക് ഭയങ്കര ഇഷ്ടമായി മോൻ ആ തുടങ്ങിയത്. പക്ഷെ ആ ഒരു ഹൈയിൽ എത്തിയപ്പോൾ ഭയങ്കര സ്ട്രെയിൻ ഉണ്ടായിരുന്നു മോനെ. ത്രൂ ഔട്ട് കുറച്ച് സ്ട്രെയിൻ ഉണ്ടായിരുന്നു. എനിക്ക് തോന്നി മോന് കുറച്ചുകൂടെ ഒന്ന് ഒരു ഹാഫ് നോട്ടെങ്കിലും കുറച്ച് പാടിയാലും മോനക്ക് കുറച്ചുകൂടെ ഒന്ന് ഈസി ആയിട്ട് പാടാൻ പറ്റുമായിരുന്നു. മോന് പ്ലാൻസ് ഒക്കെ പാടാൻ പറ്റുന്നുണ്ട്, ട്രൈ ചെയ്യുന്നുണ്ട്. പക്ഷെ ആ ഒരു സ്ട്രെയിൻ കൊണ്ട് കുറച്ച് പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ കോറസിനെ പറ്റി പറയണം. കോറസ് അത്ര നന്നായിട്ടില്ല കേട്ടോ. കോറസ് പാടിയത് കോറസ് എന്ന് പറയുമ്പോൾ എന്താ ഒരുപോലെ ഇരിക്കണം അല്ലേ? അതിൽ മെയിലിൽ പാടുമ്പോൾ മെയിൽ കോറസ് അസറിൻ്റെതായിരുന്നു കൂടുതൽ കേട്ടിരുന്നത്. പക്ഷെ മെയിൽ പിന്നെയും ഓക്കെ ആയിരുന്നു, പക്ഷേ ഫീമെയിൽ തീരെ പോരായിരുന്നു. അവരുടെ സൗണ്ടേ പുറത്തേക്ക് കേട്ടില്ല കോറസിൻ്റെ. എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തെറ്റിക്കുമ്പോൾ ഹാഷിമിൻ്റെ കോൺസെൻട്രേഷൻ പോവും. അവനാണ് ലാസ്റ്റ് ആ കോറസ് പോർഷൻ കയറി പാടിയത്. അവനാണ് മത്സരിക്കുന്നത്. അപ്പോൾ അവന് ആ ഒരു ടെൻഷൻ എന്തായാലും ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ തെറ്റിക്കും കൂടെ ചെയ്താൽ അവൻ്റെ കോൺസെൻട്രേഷൻ അതിലേക്ക് പോവും. അപ്പോൾ കോറസ് നന്നായി പാടാൻ ധൈര്യമുള്ള കുട്ടികൾ മാത്രം ആ സ്റ്റേജിൽ പാടുക കേട്ടോ. പിന്നെ മോൻ പാടിയ 2-3 പ്ലാൻസ്, പൂമാരൻ അങ്ങനെയാണ്, പൂമാരൻ അതാണ്. അതൊക്കെ കുറച്ചുകൂടി ഒന്ന് പെർഫെക്റ്റ് ആണോ? പിന്നെ കണ്ണേ അത് പാടിയിട്ടില്ലേ? അത് കുറച്ചുകൂടി കണ്ണേ, മനസ്സിലായോ? അതൊരു അതിലൊന്ന് ആ ഒരു ഫീലിലേക്ക് വന്നില്ല. പിന്നെ ഈ പ്ലാൻസ് ഒക്കെ കുറച്ചൊന്ന് നന്നാക്കണം. ത്രൂ ഔട്ട് ഇത് തന്നെയാണ് മോനെ. കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, എന്നാലും കുഴപ്പമില്ല. മോൻ ഇത് അറ്റംപ്റ്റ് ചെയ്തതിൽ ഒരു പ്ലസ് പോയിന്റ് ഉണ്ട് കേട്ടോ. ഒരു മാർക്ക് കൂടുതലുണ്ടാവും. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സജ്ല. ഷബ്നം, നന്നായിട്ട് പാടി. മോൻ ഇന്ന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ത്രോട്ടിന്? എന്താണ്? ചുമയൊക്കെ ഉണ്ട്. ചുമയുണ്ട്. അത് മോൻ എന്തോ ഒരു ബുദ്ധിമുട്ട് ത്രോട്ടിന്. കാര്യം ഹാഷിമിന് ഈ സോങ് ഇതിലൊക്കെ എത്രയോ ബെറ്ററായിട്ട് പാടാൻ പറ്റുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട് അല്ലേ ഹാഷിമിന് എന്ത് തോന്നുന്നു? ഒരു നേരത്തെ കണ്ട, അതായത് മുന്നേ ഒക്കെ പാടുന്ന ഒരു ഹാഷിമിൻ്റെ ഒരു എനർജിയും അതൊന്നും അല്ല ഈ സോങ്ങിൽ നമുക്ക് ഇവിടുന്ന് കിട്ടിയ കുറച്ചൊരു എനർജി ഡൗൺ ആയിരുന്നു. പിന്നെ ഈ സംഗതികൾ തിങ്സ് പാടുന്നിടത്തൊക്കെ കുറച്ചൊരു കൺഫ്യൂസ്ഡ് ആണെന്നോ പിന്നെ അങ്ങനെയൊക്കെ പറയാൻ വേണമെങ്കിൽ അങ്ങനെ എന്തൊക്കെയോ ഒരു പ്രോബ്ലംസ്, പിന്നെ കോറസിൻ്റെ പ്രശ്നവും എന്തൊക്കെയോ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. കാര്യം നല്ല ബ്രെത്ത് കൺട്രോൾ വേണ്ട സോങ്ങാണ്, നല്ല ഒരു റേഞ്ചിലുള്ള സോങ്ങാണ്. അത് മോൻ സെലക്ട് ചെയ്തത് തന്നെ ഹാഷിമിന് പാടാൻ പറ്റുന്ന സോങ് തന്നെയാണ്, പാടാൻ പറ്റാത്തതൊന്നുമല്ല.
പക്ഷെ എന്തോ മോനിന്ന് ത്രോട്ട് വയ്യാത്തത് കൊണ്ടാണെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. മോന് നന്നായിട്ട് ഈ പാട്ട് പാടാൻ പറ്റിയേനെ, കുറച്ച് ഈ ബെറ്റർ ആയിരുന്നെങ്കിൽ. ഓക്കെ, താങ്ക് യു ഷബ്നം. ഫിറോസിക്ക, ഇത് തോന്നി ബുദ്ധിമുട്ടുണ്ടല്ലേ തൊണ്ടയ്ക്കൊക്കെ ഇന്ന് കുറച്ച് അല്ലേ? അതിൻ്റെ ഒരു ഡിസ്കംഫർട്ട് കൊണ്ടുകൂടി ആയിരിക്കാം മോന് ഉദ്ദേശിച്ച പോലെ പാടാൻ പറ്റിയില്ലാന്ന് തോന്നിയില്ലേ അല്ലേ? ഞങ്ങൾ പറയാതെ തന്നെ തോന്നിയില്ലേ? കുറേ സംഗതികളുടെ ഒഴുക്കാ മോനെ ഈ പാട്ടിൽ അല്ലേ? ഒരു പാടലാ പാടിയിട്ടുള്ളത് ദാസേട്ടൻ. അതൊരു വല്ലാത്തൊരു സിംഗിങ് ആണത്. എടുത്ത് പാടാൻ വേദികളിലൊക്കെ പല യുവഗായകരും പേടിക്കുന്ന പാട്ടാണ് ലൈവിൽ. അത്ര ടഫ് സോങ് ആണ് അല്ലേ? അതുകൊണ്ട് മോൻ്റെ മാക്സിമം പാടി. തുടക്കം സജില പറഞ്ഞ പോലെ നന്നായി ഇങ്ങോട്ട് വന്നു. പിന്നെ അത് ഹൈയിലേക്ക് എത്തിയപ്പോൾ കുറച്ച് ബ്രൈറ്റ്നെസ് കുറഞ്ഞു, പാട്ടിൻ്റെ ഒരു ബ്രൈറ്റ്നെസ് കുറഞ്ഞു അവിടെ. പിന്നെ അങ്ങനെ പാടിപ്പോയി. പിന്നെ പ്ലാനുകളൊക്കെ ഇങ്ങനെ പട്ടപ്പെട്ടാന്ന് ഓൺ സിംഗിങ് വരേണ്ടതല്ലേ, അതിൻ്റെ ഒരു ബുദ്ധിമുട്ടാണ് മോന് വന്നത്. പിന്നെ ആ കണ്ണേ എന്നുള്ള നോട്ടൊക്കെ മോൻ ശ്രദ്ധിച്ച് കറക്റ്റാണ് സജില പറഞ്ഞത്. അതൊരു ഒരു ക്രൊമാറ്റിക് ഓർഡറാണത്. കണ്ണേ എന്ന് വരുന്നത് ഒരു ക്രൊമാറ്റിക് ഓർഡറാണ്. ആ നോട്ടുകൾ ശ്രദ്ധിച്ച് പാടിയാലേ അത് അങ്ങനെ പാടാൻ പറ്റൂ. മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു. പിന്നെ കോറസ് ടീം ഞങ്ങളുടെ കുട്ടികൾ തന്നെയാണ്. ആഷിം പാടുന്നതിന് കൊടുക്കുന്ന കോറസ് ആഷിമിൻ്റെ പാട്ടിനെയാണ് ബാധിക്കുന്നത്. പക്ഷെ ഞങ്ങളത് അതിൻ്റെ രീതിയിൽ വിലയിരുത്തുന്നത് കൊണ്ട് ഇപ്പോൾ ഭയക്കേണ്ട, ആഷിമിൻ്റെ പാട്ടിനെ നോക്കുന്നുള്ളൂ. ആഷിം ബാക്കി ഭാഗങ്ങളൊക്കെ നന്നായി പാടി. മോൻ എടുത്ത പാട്ടിൻ്റെ ഒരു നിലവാരം വെച്ച് നോക്കുമ്പോൾ ആഷിം നന്നായി പാടി. അതാണ് ഇതിൻ്റെ ആകെ ഞങ്ങൾ 3 പേരും പറഞ്ഞതിൻ്റെ ടോട്ടാലിറ്റി എന്ന് പറയുന്നത്. ബെസ്റ്റ് ഓഫ് ലക്ക്. താങ്ക് യു ഫിറോസ്ക. ഹാഷിം, നമുക്ക് ജഡ്ജസിൻ്റെ അടുത്ത് മാർക്സ് വയ്ക്കാം. സജ്ല 28.5. 28.5 out of 30. ഫിറോസ്ക 38.5. 38.5 out of 40. And Shabnam 28.5. 28.5 out of 30. ഹാഷിമിന്റെ ടോട്ടൽ 95.5 out of 100. കുഴപ്പമില്ലാത്ത മാർക്സ് അല്ലേ? അപ്പോൾ അടുത്ത തവണ 100 കിട്ടാൻ പാകത്തിന് പ്രിപ്പയർ ചെയ്തുകൊണ്ട് വരണം. ഹാഷിം ഇത്രയും ടഫായിട്ടുള്ളൊരു പാട്ടൊക്കെ എടുത്തതിന് ഹാഷിമിനൊരു ഗിഫ്റ്റ് ഉണ്ട്. റോസ് ഗാർഡൻ സിൽക്സ് എരമല്ലൂർ നൽകുന്ന സമ്മാനം. താങ്ക് യു. സൽക്കാരം റൗണ്ടിൽ അടുത്തതായി പാടാനെത്തുന്നു ജോത്സ്ന. ജോത്സ്ന ബാംഗ്ലൂരിൽ നിന്ന് എത്തിക്കല്ലേ പാടാനായിട്ട്? അതെ. എന്തൊക്കെ വിഭവങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്? ഞാൻ ചിക്കൻ ബിരിയാണിയും ചിക്കനും കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ബാംഗ്ലൂരിലത്തെ ചിക്കൻ അങ്ങനെ തന്നെ കൊണ്ടുവന്നോ? ചിക്കനെ ഇല്ല, എല്ലാം റെഡിയാക്കിയിട്ടല്ലേ കൊണ്ടുവന്നേക്കണേ? പിന്നെ ബാംഗ്ലൂരിലത്തെ ഫേമസ് ഉള്ള ഈ മൈസൂർ പാക്ക് എന്നുള്ള. എൻ്റെ ഫേവറേറ്റ് ആണ് മൈസൂർ പാക്ക്. അപ്പം നമുക്ക് ഒട്ടും വൈകിപ്പിക്കണ്ട, വേഗം സ്റ്റാർട്ട് ചെയ്താലോ? അല്ലേ? വേഗം പാടി തുടങ്ങിയോ, എന്നിട്ട് വേഗം സെർവ് ചെയ്ത് തുടങ്ങിക്കോട്ടെ. ഫസ്റ്റ് എനിക്ക് അറിഞ്ഞേ. ഓൾ ദ ബെസ്റ്റ്. ബിരിയാണി മാലോകരെല്ലാരും തിന്നുന്ന ബിരിയാണി, മാലും തറവാടും വിറ്റ് മുടിഞ്ഞാലും മേലായ്മ കാട്ടിടുവാൻ വെക്കും ബിരിയാണി,
ജോത്സ്ന ബിരിയാണി 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 എന്നൊക്കെ പറഞ്ഞു. ഏതൊക്കെ ബിരിയാണികളെ കുറിച്ച് അറിയാം? എത്തൊക്കെ ബിരിയാണികൾ കേട്ടിട്ടുണ്ട്? ലോകത്തിലെ എല്ലാ ബിരിയാണിയെ കുറിച്ച് കേട്ടിട്ടുണ്ട്. ഇടിമിടുക്കി, നീ കൊള്ളാലോ. ഞാൻ ചോദിക്കട്ടെ, എല്ലാ ബിരിയാണികളെ കുറിച്ചും കേട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. മോക്ക് ഇഷ്ടമുള്ള ഏറ്റവും ഇഷ്ടമുള്ള ബിരിയാണി ഏതാണ്? മട്ടൻ ബിരിയാണിയോ? ബിരിയാണിനെയും ഇഷ്ടം. എല്ലാ ബിരിയാണിയും ഇഷ്ടമാണ്. എന്നാലും ഒരു സ്പെഷ്യൽ ഫേവറേറ്റ്? ഇല്ല. ചിക്കൻ ബിരിയാണി? നോ പാർഷ്യാലിറ്റി. നമുക്ക് കൂടുതൽ ഇനി ഡിസ്കസ് ചെയ്യണ്ട, ജഡ്ജസിലേക്ക് പോകാം. കാരണം ജഡ്ജസ് അവിടെ നമുക്കൊന്നും തരാതെ ബിരിയാണി ഇരുന്ന് തട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇതേ നോക്കി അവർ ശ്രദ്ധിക്കണം കൂടിയില്ല. ഫിറോസിക്ക, സജില, ശബ്നം, ഇതെന്താണ്? നമുക്ക് പിന്നെ ഡിന്നറൊക്കെ ഉണ്ട്. ഇവർ മത്സരിച്ച് കഴിക്കുക. എനിക്കൊന്നും മോളുടെ കമൻസ് ഒന്നും ഉണ്ടാവില്ല എന്നാ തോന്നുന്നത്. ആ, കുറച്ചേരം വെയിറ്റ് ചെയ്യേണ്ടി വരും കേട്ടോ. ഫിറോസിക്ക, ഇത് ശരിയല്ല കേട്ടോ. എന്താ ചോദിച്ചോ? ഒന്നും ചോദിച്ചില്ല. വേറെ എവിടെയോ ആയിരുന്നു ഞാൻ. ഒരു മിനിറ്റ്. എൻ്റെ റബ്ബേ, അൽഹംദുലില്ലാ. ആ കൊച്ചു കാര്യമായിട്ട് ബിരിയാണി കൊണ്ടുവന്നിട്ട് നിങ്ങൾ 3 പേരും മാത്രം. അല്ല, വയറുവേദന ഞങ്ങൾക്ക് ഉറപ്പാണ്. ഞങ്ങൾ മാത്രം കണ്ടോ. ഹായ്, ഞാനത് പറയാൻ കാത്തുക്കായിരുന്നു മോളാൻ. ഫിറോസ്ക, നമുക്ക് കമന്റ്സ് വേണ്ടേ? അല്ല, ഈ ഇത്ര രുചിയോടുകൂടി ഞങ്ങൾ ഈ ബിരിയാണി ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്നില്ലേ, അത് തന്നെയല്ലേ കമൻറ്റിൻ്റെ 60% അല്ലേ? 60 ആയി. അപ്പോൾ ആലം ദുനിയാവിൽ പെരുമ പെറ്റ ബിരിയാണി, മാലോകരെല്ലാവരും തിന്നുന്ന ബിരിയാണി എന്ന് അങ്ങോട്ട് തുടങ്ങി. പിന്നെ മുഖ്യമന്ത്രിയായിരുന്ന കേരളത്തിൻ്റെ EMS കഴിച്ച ബിരിയാണി, CH സാഹിബ് കഴിച്ച ബിരിയാണി, MK ഹാജി കഴിച്ച ബിരിയാണി, കരുണാകരൻ മുഖ്യമന്ത്രി ആയിരുന്നപ്പോഴും നായനാർ മുഖ്യമന്ത്രി ആയിരുന്നപ്പോഴും ഒക്കെ ഈ ബിരിയാണി, ഈ പ്രത്യേകിച്ച് ഒരു മലബാർ ബിരിയാണി എന്ന് പറയുന്ന ഒരു ടേസ്റ്റ്, അത് ഒരു ഭയങ്കര ഒരു തലശ്ശേരിയുടെ ബിരിയാണി എന്ന് പറഞ്ഞാൽ ചിലരൊക്കെ നോക്കും, അതറിയാം, ഒരു അഭിമാനത്തോടെ ഒരു അഹങ്കാരത്തോടെ, ഞങ്ങളതല്ലേ തലശ്ശേരി ബിരിയാണി എന്നുള്ളത് ഒരു നോട്ടമൊക്കെ ഉണ്ടായിരിക്കും. എന്നാലും കുഴപ്പമില്ല, അതൊരു ബിരിയാണി തന്നെയാണ്. അതൊരു 1.5 ബിരിയാണിയാണ്. ആ ബിരിയാണിയെക്കുറിച്ചാണ്, കോഴിക്കോടിൻ്റെ തലശ്ശേരിയുടെ ബിരിയാണിയെക്കുറിച്ചാണ് കോഴിക്കോട്ടുകാരനായ
KC ചെലവൂർ എഴുതി, കീബോർഡ് വായിക്കുന്ന മധുവേട്ടൻ ഓർക്കസ്ട്രേഷനിട്ട് ഉമ്മാച്ചു എന്ന് പറയുന്നൊരു പാട്ടുകാരി പാടിയ പാട്ടാണ് മോളെടുത്ത് പാടിയത്. സമാധാനമായി. ഇനി പറയാം, ഇപ്പോഴേ അതങ്ങോട്ട് ഇറങ്ങിയിട്ടുള്ളൂ. മോള് നന്നായി പാടി, മനോഹരമായിട്ട് പാടി കേട്ടോ. എല്ലാ ഭാഗങ്ങളും നന്നായി പാടി. മോളിത് പാടുമ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നുന്നു. കാരണം ഇത്ര ആളുകളുടെ പേരുകൾ, ഇത്ര തരം ബിരിയാണിയൊക്കെ മോളെ എങ്ങനെ നാവിനിങ്ങോട്ട് വഴക്കിയെടുത്തു, എങ്ങനെ പഠിച്ചെടുത്തു ഈ പാട്ട്? സ്ട്രഗിൾ ചെയ്തു അല്ലേ? അത് തന്നെ അതിൻ്റെ ഉത്തരം. ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് പഠിച്ചെടുത്തു. മോള് നന്നായിട്ട് പാടി കേട്ടോ. ഈ പാട്ട് വളരെ പ്രശസ്തമായ പാട്ടാണ്. നമ്മളെ പട്ടുറുമാലിലൂടെയും ഒരുപാട് പ്രശസ്തമായ പാട്ടാണ്. പിന്നെ ഞങ്ങളുടെ ആൻമറിയം എന്ന കുട്ടിയാണ് കഴിഞ്ഞ പ്രാവശ്യം ഇത് പാടി തകർത്തു. ആൻ ഒരു വേഴ്സറ്റൈൽ പെർഫോമർ ആയിരുന്നു കേട്ടോ. മോളും അതുപോലെ തന്നെ ഞങ്ങളുടെ ഒരു വേഴ്സറ്റാലിറ്റി ഉള്ള കുട്ടി തന്നെയാണ്. അത് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ പല പ്രാവശ്യം. നന്നായിട്ട് തന്നെ പാടി കേട്ടോ. ബെസ്റ്റ് ഓഫ് ലക്ക് മോളെ. താങ്ക് യു ഫിറോസിക്ക. സജ്ല. ജ്യോത്സ്ന, എന്തോ എൻ്റെ മനസ്സറിഞ്ഞാണ് കേട്ടോ സൽക്കരിച്ചത്. എനിക്ക് ബിരിയാണി ദിവസം കിട്ടിയാലും എത്ര ദിവസം കിട്ടിയാലും എനിക്ക് മടുക്കാത്തൊരു സാധന ബിരിയാണി. പ്രത്യേകിച്ച് തലശ്ശേരി ഭാഷ വന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ബിരിയാണി. എനിക്ക് തോന്നുന്നത് ഇന്ന് ഇതാരാ കുക്ക് ചെയ്തത് ഈ ബിരിയാണി? എൻ്റെ അമ്മ നല്ല തലശ്ശേരി ബിരിയാണീൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെന്താ പറയുക, ഞാൻ ഈ ചിക്കനും ബിരിയാണിയൊക്കെ ഇങ്ങ് കൊണ്ടുവന്നപ്പോഴേ. സജില, സോറി ഫോർ ദ ഇൻട്രപ്ഷൻ. പിന്നെ ഇപ്പം ഈ അമ്മ പ്രിപ്പയർ ചെയ്ത ബിരിയാണി ഇവിടെ കുറച്ചും കൂടി ഇരിപ്പുണ്ട്. അപ്പോൾ എല്ലാവരുടെ കയ്യിലും ഓരോരോ സ്പൂൺ ഒന്ന് ഇട്ട് കൊടുത്തേ. അതിങ്ങനെ നടന്നാൽ മതി. അതിങ്ങനെ എല്ലാവരും ഒന്ന് ടേസ്റ്റ് ചെയ്യട്ടെ ആ ബിരിയാണി. അല്ല, തലശ്ശേരിക്കാർക്ക് കേൾക്കൂലെന്ന് എനിക്കറിയാം. അമ്മ കുക്ക് ചെയ്ത ബിരിയാണി നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല തലശ്ശേരി ബിരിയാണി കഴിച്ചൊരു ഫീലാണ്. അമ്മ ഇവിടെ സെർവ് ചെയ്തപ്പോൾ സത്യം പറഞ്ഞാൽ ആ ഒരു പോർഷൻ ഞാൻ കേട്ടില്ല കേട്ടോ. എൻ്റെ കൺട്രോൾ മൊത്തം പോയി. എനിക്കൊന്നും കേൾക്കാൻ പറ്റിയില്ല ആ ടൈമിൽ. അപ്പോൾ ഞാൻ പറഞ്ഞു, ഫിറോസ് ഖാൻ ഞാൻ പാട്ട് വിട്ടുപോയല്ലോ. അപ്പോഴേക്കും ഞാൻ പാട്ടിലേക്ക് പിന്നീട് വരിക ചെയ്തത്. ബിരിയാണി തന്നിട്ട് ജോൾസിനെ നമ്മളെ എന്താ പറയുക, അതിൽ വീഴ്ത്തിക്കളഞ്ഞു കേട്ടോ. പാട്ടിലും ഒട്ടും മോശമായിട്ടില്ല ജോൾസിന. ആൻമറിയ പറഞ്ഞ പോലെ തന്നെ ആ കുട്ടീനെ പറ്റിയിട്ടും പറയണം. ആൻമറിയ വേഴ്സറ്റൈൽ സിംഗർ, അതുപോലെ തന്നെ വേഴ്സറ്റൈൽ ആക്ട്രസ്സാണ്. അവള് നന്നായിട്ട് ഓരോരോ ആൾക്കാരെ പെർഫോം ചെയ്ത് കാണിക്കുന്ന മോള് കണ്ടിട്ടുണ്ടോ? ആൻമറിയ നന്നായി ആക്ട് ചെയ്യില്ലേ? നല്ല ആറ്റിറ്റ്യൂഡാണ് കുട്ടിയുടെ. അപ്പോൾ അതുപോലെയൊക്കെ ഉണ്ട് കേട്ടോ മോളായിരുന്നു പെർഫോം ചെയ്യുമ്പോൾ. പിന്നെ വയ്യാന്ന് മോള് പറഞ്ഞു. ആ ഒരു ക്ഷീണം ടോട്ടലി ഉണ്ട് കേട്ടോ മോളെ കാണുമ്പോൾ. പക്ഷേ നല്ല എനർജിയോടെ വീണ്ടും വന്ന് പെർഫോം ചെയ്യുക. എനിക്ക് പാട്ട് നന്നായിട്ട് ഇഷ്ടമായി. ആ ഒരു സൽക്കാരത്തിന് വേണ്ട ആ ഒരു എനർജി ഉണ്ടല്ലോ, അതെന്തായാലും മോള് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സജ്ല. ശബ്നം. എക്സലന്റ്. താങ്ക് യു. ഇതും എക്സലന്റ്. താങ്ക് യു. ഞാനിപ്പോൾ ഞാൻ പെട്ടെന്ന് കമൻറ്റ് പറഞ്ഞ് തീരട്ടെ. എനിക്ക് അത്രയും പെട്ടെന്ന് കഴിക്കാൻ വേണ്ടിയിട്ടേ. ബിരിയാണി അടിപൊളി, ചിക്കനും അടിപൊളി, തന്തൂരി അല്ലേ ബെസ്റ്റ്, എല്ലാം അടിപൊളിയായിട്ടുണ്ട്. അതിന് മുന്നേ കൊണ്ട് തന്ന ഒരു സ്വീറ്റും അടിപൊളിയായിട്ടുണ്ട്. മോളുടെ പാട്ടിനെ പറ്റി പ്രത്യേകിച്ചൊന്നും പറയാനില്ല, അതുകൊണ്ടാണ് ഈ ഫുഡിനെ പറ്റി തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇറ്റ് വാസ് എക്സലന്റ്. അടിപൊളിയായിട്ട് പാടി. ആ പാട്ട്, ഈ ഫുഡ് ഇത്രയും നമ്മൾ എൻജോയ് ചെയ്യുന്നത് തന്നെ മോളുടെ പാട്ട് ബാക്കപ്പ് ഇങ്ങനെ ഹെഡ്ഫോണിൽ അത്ര സ്വീറ്റായിരുന്നു. അതുകൊണ്ടാണ്. ഇതുപോലെ തന്നെ മുന്നോട്ട് പോയിക്കോ കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ശബ്നം. ജോത്സ്ന, ഹാപ്പി ആയില്ലേ? ശരിക്കും ഈ ബിരിയാണിയാണ് ഇത്തവണ ജോത്സ്നെ കൂടുതൽ രക്ഷിച്ചേക്കണത് അല്ലേ? അപ്പൊ ചിക്കൻ ബിരിയാണി ഇനി വേണമെങ്കിൽ എല്ലാ തവണയും ഇങ്ങനെ ഒരെണ്ണം വന്ന് കൊണ്ടുകൊടുത്തോളൂ, സൽക്കാരം റൗണ്ട് ഇല്ലെങ്കിൽ കൂടിയും. ഈ തലശ്ശേരി ബിരിയാണി നമ്മൾ കേൾക്കുമെങ്കിലും എല്ലായിടത്തും തലശ്ശേരി ബിരിയാണി എന്ന് എഴുതി വെക്കും, പക്ഷെ എല്ലായിടത്തും അങ്ങനെ കിട്ടില്ല തലശ്ശേരി ബിരിയാണി. ഇത് കറക്റ്റ് തലശ്ശേരി ബിരിയാണി തന്നെയായിരുന്നു അല്ലേ സജ്ല? ഏകദേശം ആ ടേസ്റ്റ് ഒക്കെ നമുക്ക് കിട്ടി. അപ്പൊ എന്തായാലും നമുക്ക് ജോത്സ്നയുടെ മാർക്സിലേക്ക് കടക്കാം. ഫിറോസിക്ക. ജോത്സ്ന കുട്ടിക്ക് എൻ്റെ മാർക്ക് ഔട്ട് ഓഫ് 40 39. 39 out of 40. സജ്ല 29. 29 out of 30. ശബ്നം 29. 29 out of 30. അപ്പോൾ ജോത്സ്നയുടെ ടോട്ടൽ 97 out of 100. 100ൽ 97 മാർക്സ് വാങ്ങിയ ജോത്സ്നയ്ക്ക് ചേലാസ് വെഡിങ് സെന്റർ മഞ്ചേരി നൽകുന്ന ഒരു ഗിഫ്റ്റ്. താങ്ക് യു. സ്റ്റാർ ഓഫ് ദി എപ്പിസോഡ് ആരാന്ന് അറിയാൻ നിങ്ങൾ ഏവരെയും പോലെ ഞങ്ങൾക്കും ആകാംക്ഷയുണ്ട്.
അത് ഫിറോസിക്ക പറയുന്നതായിരിക്കും. പക്ഷെ അതിന് മുമ്പ് നിങ്ങൾക്ക് ഗിഫ്റ്റ് എന്താണെന്ന് അറിയണ്ടേ അവർക്ക് കിട്ടുന്നത്? ഹാഷിമാണ് സ്റ്റാർ ഓഫ് ദി എപ്പിസോഡ് എങ്കിൽ ഹാഷിമിന് കിട്ടുന്നത് ക്ലാസിക് മെൻസ് വെയർ അങ്കമാലി നൽകുന്ന ഒരു ഷെർവാണിയാണ്. അഞ്ജലിക്ക് അല്ലെങ്കിൽ ജോ ദി എപ്പിസോഡ് ടൈറ്റിൽ വിൻ ചെയ്യണതെങ്കിൽ അവർക്ക് ലഭിക്കുന്നത് പ്രിൻസ് പട്ടുപാവാട നൽകുന്ന ഒരു സ്റ്റൈലൻ പട്ടുപാവാട. അപ്പൊ നമുക്ക് ആരാണ് സ്റ്റാർ ഓഫ് ദി എപ്പിസോഡ് എന്നറിയാം. ഫിറോസിക്ക, ആരാണ് ഇന്നത്തെ സ്റ്റാർ? ബിരിയാണിയാണോ? എനിക്ക് തോന്നുന്നത് ആകെ ഒരു മൊത്തം എടുക്കുകയാണെങ്കിൽ ഒരു വല്ലാത്ത കളറ് കൊണ്ടുവന്നിട്ട് നമ്മുടെ എപ്പിസോഡിനെ ഒന്ന് വർണ്ണശബളമാക്കാൻ കൂടുതൽ ഈ റൗണ്ടിന് ഗുണം ചെയ്ത പാട്ട് എന്ന് പറയുന്നത് എൻ്റെ കയ്യിൽ നെയ്യ് പുരട്ടിയ പാട്ട് തന്നെയാണ്. തീർച്ചയായിട്ടും ബിരിയാണി പാട്ട്. സൽക്കാരപ്പാട്ട് പാടിയ ആലം ദുനിയാവിൽ പെരുമ പെറ്റ ബിരിയാണി അല്ലേ? ഇത് കേൾക്കുമ്പോൾ പ്രേക്ഷകർക്കും ആ ഒരു വല്ലാത്തൊരു ബിരിയാണി സുഖം കിട്ടും. അപ്പോൾ ജോൾസിന് തന്നെയാണ് വിത്തൗട്ട് ഡൗട്ട് ഇന്നത്തെ സ്റ്റാർ ഓഫ് ദി എപ്പിസോഡ്. ആലം ദുനിയാവിൽ പെരുമ പെറ്റ ബിരിയാണി, ആലോകരെല്ലാരും തിന്നുന്ന ബിരിയാണി, പാലും മുഖവാടും വിറ്റ് മുടിഞ്ഞാലും മേലായ്മ കാട്ടിടുവാൻ വയ്ക്കും ബിരിയാണി. ആലം ദുനിയാവിൽ പെരുമ പെറ്റ ബിരിയാണി, ആലോകരെല്ലാരും തിന്നുന്ന ബിരിയാണി, പാലും മുഖവാടും വിറ്റ് മുടിഞ്ഞാലും മേലായ്മ കാട്ടിടുവാൻ വയ്ക്കും ബിരിയാണി.